വെസ്റ്റേൺ പാരസൈറ്റ്സ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഞാൻ എഴുതിയതല്ല, ഒരു മുസ്ലിം എഴുതിയതല്ല. വിനിൻ പെരീരയും ജെറമി സീബ്രൂക്കും എഴുതിയ വെസ്റ്റേൺ പാരസൈറ്റ്സ് എന്ന പുസ്തകം പരാന്ന ഭോജികൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ വായിക്കാൻ ലഭിക്കുന്ന പുസ്തകമാണ്. ക്രൈസ്തവ യൂറോപ്പ് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ചെയ്ത സേവനങ്ങളാണ് അതിലുള്ളത്. എന്തായിരുന്നു സേവനങ്ങൾ? പള്ളികളിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ മനുഷ്യരെ പള്ളിയടക്കം കത്തിച്ചു കളഞ്ഞ പാരമ്പര്യമാണ് അവിടുന്ന് വെസ്റ്റേൺ പാരസൈറ്റ്സിലൂടെ ജെറമി സീബ്രൂക്കും വിനിൻ പെരീരയും എഴുതി വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ പേരിൽ ഇവിടെ ക്രൈസ്തവ മതം തീവ്രവാദത്തിന്റെ മതമായി എവിടെയെങ്കിലും ചിത്രീകരിക്കപ്പെടുകയോ വേട്ടയാടപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സമാധാനകാംക്ഷികളായ ഇസ്ലാമിക ദർശനത്തിന്റെ ആളുകൾ ഐഡിയോളജിക്കലായി ഇസ്ലാമിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ യൂറോപ്പ് വിശ്വാസപരമായോ ദാർശനികപരമായോ ആശയപരമായോ ആദർശപരമായോ ഇസ്ലാമിക വീക്ഷണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അവർ ഇറക്കി നോക്കി. ഒന്നും വിജയിച്ചില്ല. അവസാനം വിശ്വാസിയുടെ ചങ്കില ചോരയായ പ്രവാചക പ്രവീണരെ മുറിപ്പെടുത്തിയാൽ കുറെ മുസ്ലിങ്ങളെയെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതിന്റെ തുടർ ലേഖനങ്ങളാണ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ വിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം കരുതലോടെ മുന്നേറേണ്ട കാലമാണിത്. കുരിശ് യുദ്ധത്തിന്റെ ഇന്നലകളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അവിടെ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ശക്തി ദുർഗങ്ങളെ കുറിച്ച് നാം വായിക്കണം. വൈജ്ഞാനിക ശബരികളിൽ നിന്ന് തെരുവിലേക്ക് മുസ്ലിം സമുദായത്തെ പിടിച്ചിറക്കിയ ദുശക്തികളെ കുറിച്ച് നാം പഠിക്കണം. കാരണം എന്താണ്? നാം ഇവിടെ വൈകാരികമായി പ്രതികരിക്കേണ്ടവരല്ല. വിചാര വിപ്ലവത്തിലൂടെ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. കാരണം മുസ്ലിം സമുദായം ഇവിടെ വിദ്യാഭ്യാസം നേടിയാൽ, ബുദ്ധിയുള്ളവരായി മാറിയാൽ, നല്ലവരായി വളർന്നാൽ, രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായാൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വന്നാൽ ഈ മുസ്ലിം സമുദായത്തെ ബുദ്ധിപരമായി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വൈകാരികമായി നമ്മെ തെരുവിലിറക്കേണ്ടത് ഏതൊക്കെയോ ശക്തികളുടെ താല്പര്യമാണ് എന്ന് നാം പഠിക്കണം. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെയും റാസി ഇമാമിന്റെയും ഇബ്നു സീനയുടെയും ഫാറാബിയുടെയും കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ മുസല്ലയും തസ്ബീഹുമാലയും ഖുർആനും മാത്രമല്ല ഉണ്ടായിരുന്നത്, ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഉണ്ടായിരുന്നു. അവിടുന്ന് മഹാന്മാരായ പണ്ഡിത കേസരികൾ മുസല്ലയിൽ നിന്ന് നിസ്കരിച്ചിട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ടെലസ്കോപ്പിലൂടെയും സ്റ്റെതസ്കോപ്പിലൂടെയും മൈക്രോസ്കോപ്പിലൂടെയും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയവരായിരുന്നു. അതുകൊണ്ടാണ് ബഗ്ദാദിന്റെയും സ്പെയിനിന്റെയും കോർദോവയുടെയും ചരിത്രം നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾക്കറിയുമോ, ബഗ്ദാദ് വൈജ്ഞാനിക സബര്യയുടെ കേന്ദ്രമായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രശാഖകളുടെയും അത്തിവാരങ്ങളെയും അടിസ്ഥാന നിയമങ്ങളും രൂപപ്പെട്ടത് ബഗ്ദാദിൽ നിന്നാണ്. ലോഗരിതം ടേബിൾ എവിടെ നിന്ന് വന്നതാണ്? അൽ ജബർ വൽ മുഖാബല എവിടെ നിന്ന് വന്നതാണ്? വാന നിരീക്ഷണം തുടങ്ങി വെച്ചത് ആരാണ്? മൈക്രോബയോളജി തുടങ്ങി വെച്ചത് ആരാണ്? കെമിസ്ട്രിയുടെ അത്തിവാരമിട്ടത് ആരാണ്? അതുപോലെ തന്നെ നാനോ ടെക്നോളജിയിലേക്ക് പോകാനുള്ള അടിസ്ഥാന നിയമങ്ങളെ കൊണ്ടുവന്നത് ആരാണ്? വാന നിരീക്ഷണത്തിന്റെ ഉപാധികളെ കുറിച്ച് പഠിച്ചത് ആരാണ്? ഓപ്പറേഷനെ കുറിച്ച് ബയോളജിക്കൽ ഗവേഷണം നടത്തിയത് ആരാണ്? നിങ്ങൾ സൈറ്റുകളിൽ കടന്നിട്ടൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് പഠനം നടത്തിയ പണ്ഡിത മഹാന്മാരായ ആളുകളാണ്. ബയോളജിയുടെയും ജുവോളജിയുടെയും ബോട്ടണിയുടെയും അനാട്ടോമിയുടെയും ആസ്ട്രോണമിയുടെയും അതുപോലെയുള്ള ലോകത്തുള്ള ശാസ്ത്രശാഖകൾക്ക് മുഴുവനും അത്തിവാരമിട്ടത് മുസ്ലിം പണ്ഡിത കേസരികളായിരുന്നു എന്ന് ഇന്നലത്തെ ഗോൾഡൻ ഹിസ്റ്ററിയിൽ നാം വായിക്കുകയാണ്. ബഗ്ദാദിന്റെ ചരിത്രത്തിൽ നിന്ന്, കൊർദോവയുടെ ചരിത്രത്തിൽ നിന്ന്, സ്പെയിനിന്റെ ഇന്നലകളിൽ നിന്ന്. എന്നാൽ കൊർദോവയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ ഗ്രന്ഥങ്ങൾ, ബഗ്ദാദിൽ നിന്ന് കടൽ വഴി കടത്തിക്കൊണ്ടുപോയ ലേഖനങ്ങൾ, ഗ്രന്ഥശേഖരങ്ങൾ, ഇതായിരുന്നു യൂറോപ്പിന്റെ കയ്യിലുണ്ടായിരുന്നത്. യൂറോപ്പിൽ ഒരു ഗ്രന്ഥാലയം ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളപ്പോൾ. അവിടുന്ന് ബഗ്ദാദിൽ യൂണിവേഴ്സിറ്റിയും ഗവേഷണാലയവും ഉള്ളപ്പോ പടിഞ്ഞാറിന്റെ കയ്യിൽ 10 ലേഖനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കൊള്ളയടിച്ചിട്ട് മുസ്ലിം സമുദായത്തെ തെരുവിലേക്ക് ഇറക്കിയാൽ ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് ബുദ്ധിജീവികളാകാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. അത് സംഭവിക്കുകയും ചെയ്തു. മുസ്ലിം സമുദായത്തെ മുഴുവനും ഗോദയിലേക്ക് ഇറക്കിയിട്ട് ഗവേഷണാലയങ്ങൾ അവർ പിടിച്ചടക്കി. അങ്ങനെ ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി മാറാൻ അവർ ശ്രമിച്ചു. പക്ഷേ കാലത്തിന്റെ കർട്ടനുകൾ എല്ലാം മറച്ചു വെച്ചില്ല. അൽ ഗസാലി അൽ ഗൈസ് എന്ന് പരിചയപ്പെടുത്താൻ അവർ നിർബന്ധിതരായി. ബഹുമാനപ്പെട്ട അബൂബക്കർ റാസിയെ അൽ റൈസ് എന്ന പേരിൽ പരിചയപ്പെടുത്താൻ
വെളിപ്പെടുത്താൻ അവർ നിർബന്ധിതരായി. ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയമായി പറയാനുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മക്കൾ അരമനകളിൽ നിന്ന് പഠിച്ചാൽ പോരാ, തെരുവിലിറങ്ങിയിട്ട് യുദ്ധം നടത്തേണ്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെയും നേതൃത്വത്തിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന സമ്മേളനം ഇന്ത്യൻ ഹിസ്റ്ററി നാം പഠിച്ചു നോക്കണം. വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നമ്മളുടെ കയ്യിൽ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്താണ് മക്കളെ കാര്യം? രാജ്യം പാരതന്ത്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വിജ്ഞാനത്തിന്റെ സമവാക്യങ്ങളും കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളും നേടിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്ന് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. മുസ്ലിം സമുദായത്തിന്റെ മക്കൾ വിദ്യാലയങ്ങൾ ഒഴിവാക്കിയിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്ത പണ്ഡിത കേസരികൾ ഏതു മതത്തിന്റെ ആളുകളാണ്? അങ്ങ് നോക്കൂ, മലബാറിന്റെ മണ്ണിൽ തേജസ്വികളായ പണ്ഡിതന്മാരുണ്ട്, സാത്വികന്മാരായ ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ മതപാഠശാലകളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടിഞ്ഞാറിന്റെ തീ തുപ്പുന്ന ടാങ്കറുകൾക്ക് മുമ്പിൽ പെരുമാറ കാണിച്ച മഹോന്നതന്മാരായ പണ്ഡിത കേസരികളുണ്ട്. അതുപോലെ തന്നെ തകർക്കപ്പെട്ട മുസ്ലിം വിദ്യാലയങ്ങളുണ്ട്, അടച്ചുപൂട്ടപ്പെട്ട പള്ളികളുണ്ട്. അങ്ങനെ എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങി മുസ്ലിം മക്കൾ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ല, അപ്പൊ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പരിമിതി നേരിട്ടു. സ്വതന്ത്ര ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു ഒരു വിഭാഗം. മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് യുദ്ധം ചെയ്യട്ടെ, സ്വാതന്ത്ര്യം നേടുമ്പോ ഭരിക്കാൻ വിദ്യാഭ്യാസമുള്ളവർ വേണം, അതുകൊണ്ട് ഞങ്ങൾ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പടിഞ്ഞാറും കിഴക്കും പോയി വിദ്യാഭ്യാസം നേടിയ ആളുകൾ പിൽക്കാലത്ത് ഭരണത്തിലേക്ക് വന്നു. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വന്നു, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഴി കേൾക്കേണ്ടി വന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് ഒരു കാലത്ത് പണ്ഡിതന്മാര് പറഞ്ഞെങ്കിൽ അത് വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പായിരുന്നില്ല, രാജ്യവിരോധികളോടുള്ള സമരമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെ മുഴുവനും രാജ്യത്തിന് അനുകൂലമായി നിർത്തുകയാണ് നമ്മൾ ചെയ്തത്. ഇന്നിപ്പോൾ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. USA-യിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു, UK-യിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക കലാലയങ്ങളും പള്ളികളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ മാത്രം 10,000-കണക്കിന് മതസമന്വയ വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ മുസ്ലിം സമുദായത്തെ എന്തിന്റെയെങ്കിലും പേരിൽ തെരുവിലിറക്കേണ്ടത് പടിഞ്ഞാറിന്റെയും ദുശക്തികളുടെയും ശ്രമമാണ്. അത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പാഠശാലകൾ വിട്ടൊഴിഞ്ഞിട്ട് തെരുവിലിറങ്ങാൻ മുസ്ലിം സമുദായത്തിന്റെ മക്കളെ നമ്മൾ തയ്യാറാകരുത്. വിജ്ഞാനമാകുന്ന അത്തിവാരത്തിനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മെച്യൂർഡ് സൊസൈറ്റിയായി ഉയരണം. നമ്മുടെ കയ്യിൽ വിജ്ഞാനമുണ്ടാകണം, കാലത്തെ അതിജയിക്കാനുള്ള പൗരബോധമുണ്ടാകണം. സമുദായത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെയും മാനവികതയും മാനുഷികതയും അവതരിപ്പിക്കുവാനുള്ള അടിസ്ഥാന നിയമങ്ങളുടെ ബോധമുണ്ടാകണം. അതുകൊണ്ട് വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ കേരളത്തിൽ നിന്ന് മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററുകളുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് സമാനമായ കലാലയ സമുച്ചയങ്ങളുണ്ട്. ഇങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളെ മുന്നോട്ട് പോയാൽ നയതന്ത്ര പ്രധാനമായ തലങ്ങളിൽ മുഴുവനും മുസ്ലിങ്ങൾ എത്തിപ്പെട്ടേക്കുമെന്ന് ഭയക്കുന്ന ആളുകളാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കാര്യം പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ സംഘടനത്തിന് തെരുവിലേക്ക് വിളിക്കുന്നത്. നാം ബുദ്ധിയില്ലാത്തവരായി തെരുവിലിറങ്ങാൻ പാടില്ല. നാം വിവേകമുള്ളവരായി വിദ്യാഭ്യാസം നേടണം. നാം കാര്യബോധമുള്ളവരായി വിഷയങ്ങളെ വിലയിരുത്തണം. ഇതൊരു വിപ്ലവാത്മകമായ കേവലമായ താൽക്കാലിക വികാരങ്ങളുടെ സൃഷ്ടിയല്ല. അതുകൊണ്ട് ബോധവും വിദ്യാഭ്യാസവുമുള്ള എന്റെ അനുവാചകരോട് പറയട്ടെ, എന്റെ വിദ്യാഭ്യാസ ബോധമുള്ള സമകാലിക വിജ്ഞാനത്തോട് താദാത്മ്യം പുലർത്തുന്ന യുവജനങ്ങളോട് പറയട്ടെ, നമുക്ക് വേണ്ടത് വിപ്ലവത്തിന്റെ തീപ്പൊരികളല്ല, നമുക്ക് വേണ്ടത് വിവേകത്തിന്റെ ജാജ്വല്യമായ ചരിത്രമാണ്, അല്ലെങ്കിൽ നാളകളാണ്. രണ്ടുമാണ് നാം രൂപപ്പെടുത്തേണ്ടത്. നാം അവിടെ എന്തെങ്കിലും കാള പറ്റൂ എന്നറിയുമ്പോഴേക്ക് കയറെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഓടേണ്ടവരല്ല. നാം വിവേകപൂർവമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടവരാണ്. അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമായ തലങ്ങളെ സ്വായത്തമാക്കിയിട്ട് നാം ബുദ്ധിപരമായ മുന്നേറ്റത്തിന് തയ്യാറാകണം.